അപ്പോൾ നമ്മൾ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ പ്രത്യേകത നാളെ ഈ തുറന്ന സ്റ്റേഡിയത്തിലാണ്, തുറന്ന സ്റ്റേഡിയം അല്ല, ഈ സ്റ്റേഡിയത്തിലാണ് ഇത് നടത്തുന്നത്. പണികളൊക്കെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ തന്നെ നോക്കൂ, ഒരു അവിടെ ആരുമില്ല. പക്ഷെ നാളെ അവിടെ രാഹുൽ ഗാന്ധിയെ കാണാം, മല്ലികാർജ്ജുൻ ഖർഗെ കാണാം, പ്രിയങ്ക ഗാന്ധിയെ കാണാം, ഒരു പക്ഷേ 3 മുഖ്യമന്ത്രിമാരെ കാണാം, ചിലപ്പോൾ ജോസഫ് വിജയെ കാണാം, അങ്ങനെ പലരെയും കാണാം. സിദ്ധരാമയ്യ വരുമോ, രേവന്ത് റെഡ്ഡി വരുമോ, അങ്ങനെ ചോദ്യങ്ങളുണ്ട്. അക്കാര്യത്തിലൊന്നും എനിക്ക് തോന്നുന്നു പോലീസിനും കൃത്യമായിട്ടൊരു കൺഫർമേഷൻ ഇതുവരെ ലഭിച്ചിട്ടില്ല. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. അതിനനുസരിച്ചുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ കൂടി ഒരുക്കുന്നുണ്ട്. അപ്പോൾ പൊതുജനങ്ങൾക്കായി 3 ഗേറ്റുകൾ ഇവിടെ തുറന്നു നൽകുന്നുണ്ട്. ഒരെണ്ണം VIP ഗേറ്റ് ആയിരിക്കും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിനി വേണ്ടത് വിവിധ കേന്ദ്രങ്ങളിൽ നിന്നുള്ള റിപ്പോർട്ടർമാരെയാണ് തത്സമയം വേണ്ടത്. എന്താണ് അവസാനത്തെ അപ്ഡേറ്റ് എന്ന കാര്യം അറിയണം. ഓരോ പാർട്ടികളെയും സംബന്ധിച്ച് അവരുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് എന്തുമാത്രമാണെന്ന് അറിയണം. ഈ കിട്ടിയ വകുപ്പുകൾ, കിട്ടിയിട്ടുള്ള മന്ത്രിസ്ഥാനം, എണ്ണം, ഓരോ ആളുകളുടെയും പ്രതികരണങ്ങൾ പോകാം. ആർ ബി സനൂപ് ഉണ്ട്, KPCC-യിലേക്ക് പോകാം. ആർ ബി സനൂപ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ സനൂപ്, അപ്പോൾ KPCC-യിൽ അവസാനവട്ട കാര്യങ്ങളിലേക്കൊക്കെ എത്തിച്ചേർന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഒരു പ്രഖ്യാപനം, ഗവർണറെ കാണുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ സ്ഥിരീകരിച്ച് പ്രേക്ഷകരോട് പറയാൻ കഴിയുന്നുണ്ട് സനൂപ്? KPCC-യിലെ ചർച്ചകളൊക്കെ ഏകദേശം ധാരണയിലെത്തിയിട്ടുണ്ട് എന്നാണ് നിലവിൽ നമുക്ക് മനസ്സിലാകുന്നത്. ജിൽസി, ഇപ്പോൾ ഇവിടെ KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് മാത്രമാണ് KPCC-യിൽ ഉള്ളത്. ദീപദാസ് മുൻഷിയും അതേപോലെ നിയുക്ത മുഖ്യമന്ത്രി VD സതീശനൊക്കെ തന്നെ KPCC-യിൽ നിന്ന് മടങ്ങി, വർക്കിംഗ് പ്രസിഡന്റുമാരൊക്കെ തന്നെ KPCC-യിൽ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അപ്പം ഏകദേശം ലിസ്റ്റ് ആയിട്ടുണ്ട് വേണം മനസ്സിലാക്കാൻ. 4:30-ക്കും 5:30-ക്കും ഇടയിൽ ഗവർണറെ കാണുമെന്നൊക്കെയുള്ള വിവരമാണ് പുറത്തു വരുന്നത്. പക്ഷേ എപ്പോഴാണ് കൃത്യമായിട്ടുള്ള സമയം എന്നതിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല. ആ ലിസ്റ്റും കൊണ്ട്, അതായത് ഇപ്പോഴും കുറച്ച് കാര്യങ്ങളിൽ തർക്കം നിലനിൽക്കുന്നുണ്ട്. കോൺഗ്രസിന്റെ മന്ത്രിമാരുടെ കാര്യത്തിൽ ഇപ്പോഴും കുറച്ച് തർക്കം നിൽക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതുകൂടി അവസാന ഘട്ടം പരിഹരിച്ച ശേഷം ഇത്രയും വേഗം ലിസ്റ്റ് ഗവർണർക്ക് കൈമാറാനുള്ള നീക്കങ്ങൾ തന്നെയാണ് KPCC ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ മന്ത്രി സ്ഥാനം ഉറപ്പിച്ചവരുണ്ട്. പക്ഷേ ചിലർ ഇപ്പോഴും കയ്യാല പുറത്താണ്. അവർ അത് ഉറപ്പിക്കാൻ വേണ്ട ഒരു നെട്ടോട്ടം ഇവിടെ നടക്കുന്നുണ്ട്. അതാണ് ഇനി അറിയേണ്ടത്. അല്പസമയം മുമ്പ് T സിദ്ദിഖ് തിരികെ KPCC-യിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ മുഖഭാവത്തിൽ നിന്ന് അദ്ദേഹം പ്രതീക്ഷിച്ചതുപോലെ ഒരു മന്ത്രിസ്ഥാനം ലഭിക്കുന്നില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. IC ബാലകൃഷ്ണൻ തന്നെയായിരിക്കും അവിടെ മന്ത്രി, വയനാട് നിന്നുള്ള മന്ത്രി എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് പട്ടിക വിഭാഗം കൂടി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു നറുക്ക് വീഴാനുള്ള സാധ്യത. അതിനിടയിൽ മറ്റു വാർത്തയും വരുന്നുണ്ട്. ഒരു ടേം വ്യവസ്ഥ കോൺഗ്രസിലേക്ക് വരുമെന്നൊക്കെ ഉള്ള വാർത്തകളും വരുന്നുണ്ട്. IC ബാലകൃഷ്ണനും അതേപോലെ KA തുളസിയും അടക്കം ഈ 2.5 വർഷം വെച്ച് മന്ത്രിയാവുന്നപ്പോൾ വിവരവും പുറത്തു വരുന്നുണ്ട്. എന്തായാലും അതിലിനിയിപ്പോൾ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. എന്നാൽ പോലും IC ബാലകൃഷ്ണനായിരിക്കും ഒരു നറുക്ക് വീഴുക എന്നാണ് നിലവിൽ ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വയനാട് T സിദ്ദിഖിന് അവസരം കിട്ടുമോ എന്നുള്ളത് എന്തായാലും അവസാന ഘട്ടത്തിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ. സനൂപ്, ഇപ്പൊ ഇവര് 5 മണിക്ക് ഇവര് ഗവർണറെ കാണുന്നുണ്ടോ, അതോ അത് നീട്ടിവെക്കോ? എന്തായാലും ഫൈനൽ ലിസ്റ്റ് ഇനിയും പുറത്ത് അത് തീർപ്പാക്കേണ്ടതുണ്ട് എന്നാണ് വിവരം. ചിലർ പറയുന്നുണ്ട് ഈ ലിസ്റ്റ് ഏകദേശം ആയിട്ടുണ്ട് എന്നൊക്കെയുള്ള കാര്യം പറയുന്നുണ്ട്. പക്ഷെ എന്നാലും അതിലൊരു വ്യക്തത വരാത്തിടത്തോളം കാലം നമുക്ക് ഈ സമയം നിലവിലിപ്പോൾ നിയുക്ത മുഖ്യമന്ത്രി എപ്പോഴായിരിക്കും ഗവർണറെ കണ്ട് ഈ ലിസ്റ്റ് കൈമാറുന്നുള്ള അറിയിപ്പൊന്നും തന്നെ ലഭിച്ചിട്ടില്ല. പക്ഷേ എന്തായാലും 5:30-ക്ക് ഉള്ളിൽ തന്നെ അത് ഉണ്ടാവാൻ ഉള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. കാരണം ചർച്ചകളൊക്കെ ഏകദേശം അവസാന ഘട്ടത്തിൽ എത്തി നിൽക്കുന്നു എന്നുള്ള വിവരം തന്നെയാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 5:30-ക്കുള്ളിൽ അല്ലെങ്കിൽ 6 മണിക്കുള്ളിൽ എന്തായാലും ഈ ലിസ്റ്റ് കൈമാറാനുള്ള സാധ്യത ഇപ്പോൾ തെളിയുന്നുണ്ട്. നിഷാദ്. ശരി, RB സനൂപാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിപ്പോൾ നിൽക്കുന്നത് സെൻട്രൽ സ്റ്റേഡിയത്തിലാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിന്റെ സെന്ററിലാണ്. ഈ പുറകിൽ കാണുന്ന തരത്തൊരു 25,000 50,000 ഒക്കെ പേർക്ക് ഇരിക്കാന്നുള്ള അങ്ങോട്ട് കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ഥലത്തിന്റെ ഈ വശത്ത് കൂടിയാണ് പൊതുജനങ്ങൾക്ക് ഇതിലേക്ക് പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാവുക. വലതുവശത്ത് VIP എൻട്രൻസ് ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് മാധ്യമങ്ങളുടെ വാഹനങ്ങളൊപ്പം പോലീസ് സെക്യൂരിറ്റി അറേഞ്ച്മെന്റുമായി ബന്ധപ്പെട്ട് അവരുടെ വാഹനങ്ങൾ, ഔദ്യോഗിക വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. ചില കോൺഗ്രസ്സുകാരെയൊക്കെ ഇവിടെ കാണാം. ദീപദാസ് മുൻഷി അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ വരികയും ഇതെല്ലാം വിലയിരുത്തി മടങ്ങിപ്പോവുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ വലിയൊരു വേദിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ കോൺഗ്രസ്സുകാർക്ക് അല്ലെങ്കിൽ UDF-ന്റെ പ്രവർത്തകർക്ക്, ലീഗുകാർക്ക്, RSPക്കാർക്ക്, കേരള കോൺഗ്രസ്സുകാർക്കൊക്കെ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. 10 വർഷത്തിന് ശേഷം അവരുടെ ഒരു തലമുറ ഒരു അധികാരത്തിന്റെ ആരോഹണ ദിവസത്തെ കാണുകയാണ് എന്ന പ്രത്യേകത. വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരു വൻ ജനാവലി ഇങ്ങോട്ട് തിരിച്ചതായുള്ള റിപ്പോർട്ടുകളുണ്ട്. അപ്പോൾ ഇത് നിറഞ്ഞ് കവിയാൻ പോവുകയാണ്. നമ്മളിപ്പോൾ ഇവിടെ പരിചയപ്പെട്ട പല സ്ഥലത്തും മലബാർ എന്നുള്ള പല ആൾക്കാരൊക്കെ ഉണ്ട്. കുറ്റ്യാടിയിൽ നിന്നുള്ള ആൾക്കാരെ കണ്ടിട്ടുണ്ട്, കോഴിക്കോട് നിന്നുള്ള ആൾക്കാരെ കണ്ടു, കോതമംഗലം, എറണാകുളം, പല കൊല്ലത്തുനിന്ന് പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ ഇവിടേക്ക് ഈ സത്യപ്രതിജ്ഞ വീക്ഷിക്കാൻ വേണ്ടി മാത്രം വന്നിട്ടുണ്ട്. ഇനി നാളെ വിജയെ കാണാൻ വേണ്ടി മാത്രം വേറൊരു പടം വരാണ്. വലിയ
യെസ്, അപ്പൊ അതൊക്കെ ഉണ്ട്. അപ്പൊ നമുക്ക് KC രജീഷ് കൂടി ഉണ്ടെന്ന് തോന്നുന്നു വിവരങ്ങൾ തരാനായിട്ട്. അത് രമേശ് ചെന്നിത്തലയുടെ വീട്ടിലാണ് രജീഷ് ഉള്ളതെന്ന് തോന്നുന്നു. രജീഷ്, അപ്പോൾ എന്തൊക്കെയാണ് ഇപ്പോൾ അവസാനം നമുക്കിനി അവിടെ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ? ചർച്ചകളൊക്കെ പുരോഗമിക്കുന്നു, കൃത്യമായൊരു സമയം പറയാൻ കഴിയുന്നില്ല. എത്ര മണിക്ക് ഗവർണറെ കാണും, എത്ര മണിക്ക് പട്ടിക അന്തിമമാകും എന്ന് പറയാൻ കഴിയുന്നില്ല. അപ്പോൾ ഇനിയും കാര്യങ്ങളൊക്കെ നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അവിടെ എന്തൊക്കെ നടക്കുന്നു ഇപ്പോൾ? ഇവിടെ ഏകദേശം കാര്യങ്ങളൊക്കെ തെളിഞ്ഞിരിക്കുന്നതുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ട പോലെ തന്നെ IC ബാലകൃഷ്ണൻ മന്ത്രിസ്ഥാനം കൊടുക്കാൻ ഏറ്റവും ഒടുവിൽ തീരുമാനിക്കുന്നു. ടേം വ്യവസ്ഥയിലാണെങ്കിലും കൂടിയും അദ്ദേഹം കൂടി മന്ത്രിസഭയിലേക്ക് എത്തുന്നതോടുകൂടി രമേശ് ചെന്നിത്തല ഉയർത്തിയ ആഭ്യന്തര വകുപ്പും ഒപ്പം തന്നെ കൂടെയുള്ളവർക്കുള്ള മന്ത്രിസ്ഥാനവും അതും കൂടി റെഡിയായിരിക്കുന്നു എന്നുകൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ വയനാട് നിന്ന് അങ്ങനെയാണെങ്കിൽ 2 മന്ത്രിമാരുടെ കാര്യം അന്തിമമായിരിക്കുന്നു. ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ T സിദ്ദിഖും ഒപ്പം തന്നെ IC ബാലകൃഷ്ണനും. IC ബാലകൃഷ്ണനൊപ്പം ടൈം വേസിൽ ഉണ്ടാവുക KM തുളസിയാണ്. നമ്മുടെ കോങ്ങാട് MLA ആയി ജയിച്ച KM തുളസിയാണ് ഇത്തരത്തിൽ 2ാം ടൈമിലേക്ക് വരുന്നത്. അങ്ങനെ 2.5 വർഷം വീതം IC ബാലകൃഷ്ണനും ഒപ്പം തന്നെ KM തുളസിയും മന്ത്രിമാരായി തുടരും. അങ്ങനെ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിരിക്കുകയാണ്. ഇനി വൈകാതെ തന്നെ ആ പട്ടിക ലോക്ഭവനിലേക്ക് എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇപ്പോഴും നമുക്കറിയാം, രാവിലെ മുതൽ തന്നെ വിവിധ നേതാക്കൾ ഇവിടേക്ക് രമേശ് ചെന്നിത്തല വീട്ടിലേക്ക് എത്തിച്ചേരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോഴും വിവിധ നേതാക്കളും പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുമ്പ് ഇന്റലിജൻസ് ADGP P വിജയൻ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലെത്തി അദ്ദേഹം മടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ DGP രാവിലെ എത്തിയിരുന്നു. അങ്ങനെ പ്രധാനപ്പെട്ട പോലീസ് വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ തന്നെ രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും